ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ പച്ച ചക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പച്ച ചക്കയെന്ന് എടുത്ത് പറഞ്ഞതാണ്. ചക്ക കണ്ട എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഈ ചക്ക വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ചക്കയുടെ അകത്തുള്ള കുരുവൊക്കെ നമുക്ക് എടുത്ത് മാറ്റി ചക്കയൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് നല്ലോണം വിളഞ്ഞ ചക്കയാണ് കേട്ടോ. നല്ലപോലെ വിളഞ്ഞതിൻ്റെ കുരുവെല്ലാം അങ്ങോട്ട് അകത്തു നിന്ന് തന്നെ കുരുവെല്ലാം നല്ലപോലെ കുരുത്ത് പോയി. അപ്പോൾ ഓരോ ചക്കയും വൃത്തിയാക്കി എൻ്റെ കുരുവും പുറത്തുള്ള അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്. ചവ്വരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കഴുകി നമുക്ക് കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. കുക്കറിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇത് ഇത്തിരി വേവുള്ള ചവ്വരിയാണ് കേട്ടോ. കഴുകിയെടുത്ത് കുക്കറിലിട്ട് വയ്ക്കട്ടെ. ചക്കയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് 1 വിസിൽ കേൾപ്പിക്കാം. 1 വിസിൽ ഫുള്ള് അങ്ങ് കേട്ട് തീരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ആവി ഇതെല്ലാം പുറത്ത് കളഞ്ഞ് നമുക്ക് എടുക്കാം. അതിൻ്റെ ആവിയെല്ലാം പുറത്ത് കളഞ്ഞ് നമുക്ക് എടുക്കണം. ഇല്ലെങ്കിൽ ചക്ക അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അത്രയും വെന്ത് കുഴയണ്ട കേട്ടോ. ചവ്വരിയെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയെടുത്ത ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 1 വിസിൽ കേൾപ്പിക്കാം. ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒരു തേങ്ങയോ ചപ്പാത്തിക്കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ പൊട്ടിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം. ആ ഒരു ശർക്കരയിൽ നിന്ന് ഇത്രയും പീസ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. മധുരം കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മധുരം കുറവാണെങ്കിൽ ഇത്രയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 1-ാം പാല് നമുക്ക് കട്ടിക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് 2-ാം പാലും അടിച്ചെടുക്കാം. അതിൽ കുറേ കൂടെ വെള്ളം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. തേങ്ങയുടെ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇതാണ് 1-ാം പാൽ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. തേങ്ങയുടെ 2-ാം പാലാണ്. അതും കുറച്ച് എടുത്തിട്ടുള്ളൂ. തേങ്ങയുടെ 3-ാം പാൽ ഇച്ചിരി കൂടെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പാലുകളാക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുക്കിയെടുത്ത ശർക്കര ഒരു അരിപ്പിലൂടെ നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ അതൊക്കെ നമുക്കൊന്നും ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ടിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് മുന്തിരിപ്പഴം ഇട്ട് കൊടുക്കാം. നമുക്കിനി മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോഴത്തേനും നമുക്ക് കോരി മാറ്റാം.
മുന്തിരിയൊക്കെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ആ ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വരട്ടിയെടുക്കാം. വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് നെയ്യിൽ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി മാറ്റി വെച്ചിരുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ചക്ക വേവിക്കുമ്പോൾ ഒരു വിസിൽ ഫുള്ള് കേട്ട് അത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചക്കയെല്ലാം വെന്തങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ വേവാത്ത ചക്കയാണെങ്കിൽ നമുക്കൊരു വിസിൽ കേൾപ്പിച്ച് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലതുപോലെ വെന്ത് വരുന്ന ചക്ക ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നമ്മൾ നെയ്യിൽ വാട്ടുമ്പോഴത്തേനും എല്ലാം അങ്ങ് ഉടഞ്ഞു പോകും. ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ വരട്ടിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം അവിടെ മെനക്കെട്ട് നിന്ന് ചെയ്തിട്ട് തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. നല്ല വെയിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും ഇത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ലോണം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് അടുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ചവ്വരി ഒഴിച്ചു കൊടുക്കാം. ചവ്വരി നന്നായിട്ട് വെന്ത് ഉള്ള ചവ്വരിയാണ് കേട്ടോ. ചവ്വരിയും ശർക്കരയും ചക്കയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഇച്ചിരി ഇളക്കാനൊക്കെ ഇച്ചിരി പ്രയാസമായി തുടങ്ങി. അപ്പോൾ ആ സമയത്തേക്ക് അടുത്ത് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3-ാം പാൽ ഓപ്ഷണലാണ്. വേണ്ടെങ്കിൽ 2-ാം പാൽ തന്നെ ഒഴിക്കാം. 2-ാം പാൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 3-ാം പാൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 3-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊരു വെറൈറ്റി പായസമാണ് കേട്ടോ. നിങ്ങളത് മുന്നേ കഴിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല, ചെയ്തിട്ടുണ്ടാവുമോ അറിയില്ല. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ചക്കയൊക്കെ കിട്ടുന്ന സീസണാണല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും. ഇതും കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്കൊരു 3-4 ഏലക്ക പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങ് കുറുകണ്ട, 1-2 തിളയൊക്കെ കാരണം ഒരുപാട് വെള്ളം ചേർത്തിട്ടല്ല ഞാൻ 2-ാം പാൽ എടുത്തേക്കണത്. ഇച്ചിരി കട്ടിയുള്ളതാണ്. അപ്പോൾ കുറച്ചങ്ങ് തിളച്ചാൽ മതി. മധുരമൊക്കെ ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ. ഒരുപാടങ്ങ് മധുരമില്ല, എന്നാൽ തീരെ ഇല്ലാതെയില്ല. അപ്പോൾ വേണമെന്നുള്ളവർക്ക് മധുരം നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പം ഇവിടെ അത്രയും മതി, അതുകൊണ്ട് ഞാൻ അത്രയും ചേർക്കുന്നുള്ളൂ.
നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് അധികം തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചിരുന്ന കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് മധുരം നോക്കണം. നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പായസത്തിൻ്റെ റെസിപ്പിയാണിത്.